മാറാല പിടിച്ചു തുടങ്ങിയ ചരിത്ര പുസ്തകങ്ങളിലെ താളുകൾ കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ എടുത്തു പറയാൻ ചില ചരിത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ചരിത്രമുള്ളവർക്ക് തൽക്കാലം അത് പറഞ്ഞ് ആശ്വസിക്കാം. ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ചരിത്ര പുസ്തകങ്ങളിലെ കണക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ചെറുതല്ലാത്ത ഒരു ആശ്വാസം പകരുന്നുണ്ട്. കാരണം ജംഷഡ്പൂർ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം മികച്ച ഒരു റെക്കോർഡുണ്ട് എന്ന് തന്നെ കരുതാം. 16 തവണയാണ് ഈ രണ്ട് ടീമുകളും ഏറ്റുമുട്ടിയത്. അതിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് 5 തവണ വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ 3 തവണ മാത്രമാണ് ജംഷഡ്പൂരിന് വിജയിക്കാൻ കഴിഞ്ഞത്. മറ്റുള്ള മത്സരങ്ങളെല്ലാം സമനിലയിൽ കലാശിച്ച ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. ഈ 15 മത്സര കാലയളവിനുള്ളിൽ അത്യാവശ്യം നല്ലൊരു റെക്കോർഡ് ജംഷഡ്പൂരിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 16 മത്സര കാലയളവിനുള്ളിൽ 5 മാച്ച് ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ചില മത്സരങ്ങളിൽ അഡ്രിയാൻ ലൂണയുടെ ആ ഒരു ഫിറോസിയസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജംഷഡ്പൂരിനെതിരെ വരുമ്പോൾ അഡ്രിയാൻ ലൂണയിൽ നിന്നും ഇന്ദ്രജാല മുഹൂർത്തങ്ങൾ ഫ്രീ കിക്കുകളുടെ രൂപത്തിലും അല്ലെങ്കിൽ കർവിംഗ് ഗോളുകളുടെ രൂപത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ അഡ്രിയാൻ ലൂണയുടെ ഒരു മാരക പ്രകടനം ഈ ഒരു മത്സരത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് വേണം കരുതാൻ. പിന്നെ പ്ലേയിങ് 11നെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അനിവാര്യമായിട്ടുള്ള വിജയം തന്നെയാണ്. സോ ചരിത്ര പുസ്തകങ്ങളിലെ താളുകൾ ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ.